വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ് ടു എ ന്യൂ ലെക്ചർ ഓഫ് KTU-MEX. ഇന്ന് നമ്മുടെ ഡിസ്കഷനിൽ വരുന്നത് MET 304 ഡൈനാമിക്സ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീനറി മൊഡ്യൂൾ 5 ലാസ്റ്റ് മൊഡ്യൂളിലെ സ്പ്രിങ്ങിൻ്റെ ഡീറ്റെയിൽസിലാണ്. അതിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ളൊരു ഡെറിവേഷൻ ഏരിയ ആണ് ഇന്നത്തെ ഡിസ്കഷനിൽ വരുന്നത്. മൈ നെയിം ഈസ് മുഹമ്മദ് റനീസ് KT, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ME എഞ്ചിനീയറിംഗ് കോളേജ്, പെരിന്തൽമണ്ണ. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഫറെൻറ്റ് വീഡിയോ ലെക്ചേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ ടോപ്പിക്കിലേക്ക് പോകാം. ഇത് നമ്മൾ ഡിസ്കഷനിൽ വരുന്നത് സ്പ്രിങ്ങിൻ്റെ ഡീറ്റെയിൽസിലാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള പാർട്ടിൽ അല്ലെങ്കിൽ എസ്സേയിലും ചോദിക്കാറുള്ള എസ്സേസുകളുണ്ട്. ഒന്ന് രണ്ട് സ്ട്രെസ്സ്, ദെൻ സ്റ്റിഫ്നെസ്, ദെൻ ഡിഫ്ലക്ഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിൻ്റെ സിമ്പിൾ ഡയറക്റ്റ് ഡെറിവേഷനാണ്. അതിൽ ഫസ്റ്റ് വൺ സ്ട്രെസ്സ്. എന്താണ് സ്ട്രെസ്സ് എന്ന് നോക്കാം. സ്ട്രെസ്സിൻ്റെ ഇക്വേഷനും ഡാറ്റ ബുക്കിൽ ഇക്വേഷനൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ സ്റ്റെപ്പ് ഡെറിവേഷന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് സ്പ്രിങ് എന്നുള്ളത് നോക്കാം. ഇതൊരു സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ്ങിൽ ശ്രദ്ധിക്കാം. ഈ സ്പ്രിങ്ങിൽ ടോട്ടൽ വിഡ്ത്ത്, സ്പ്രിങ്ങിൻ്റെ കോയിലിൻ്റെ വിഡ്ത്താണ് ക്യാപിറ്റൽ D. ദെൻ ലോഡ് ആക്ട് ചെയ്യുന്നതാണ് W. ദെൻ സപ്പോർട്ട് ഡൗൺവേർഡ് എന്നുള്ള സപ്പോർട്ട് W ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ദെൻ സ്പ്രിങ് ഇതിൻ്റെ കോയിലിന് വരുന്ന വയറിന് വരുന്ന ഡയമീറ്റർ സ്മോൾ ലെറ്റർ D ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അതിൻ്റെ ഡെറിവേഷൻ? ഫസ്റ്റ് വൺ സ്ട്രെസ്സസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. സ്ട്രെസ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ്സാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദെൻ ഷിയർ സ്ട്രെസ്സിൽ നമുക്ക് ഇക്വേഷൻ അറിയാം. T/J ഈക്വൽ ടു G theta by L ഈക്വൽ ടു ടോ ബൈ R. ഇവിടെ T/J ഈ ഇക്വേഷനും ടോ ബൈ ആറും ആയിട്ടുള്ള റിലേഷൻ നമുക്ക് നോക്കാം. ഈ ഇക്വേഷനിൽ ടോയിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ ടോ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ടോ ഈക്വൽ ടു T ഇൻറ്റു R ഡിവൈഡ് ബൈ J എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതാം. ഇവിടെ T എന്താണെന്ന് നോക്കാം. T എന്ന് പറഞ്ഞാൽ ടോർക്കാണ്. അപ്പോൾ ഇവിടെ ടോർക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ടോർക്ക് അപ്ലൈ ചെയ്യുന്നത് D/2 ഡിസ്റ്റൻസിലാണ്. D/2 ആണ് സെൻറ്റർ. അപ്പോൾ D/2 ഡിസ്റ്റൻസിലാണ് ഇതിൻ്റെ ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ലോഡ്, അപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്താണ് ഇവിടെ? വെയിറ്റ് ആണ്. ദാറ്റ് മീൻസ് W ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? D/2. ക്ലിയർ ആണല്ലോ? ഇൻറ്റു R എന്ന് പറഞ്ഞാൽ റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിൻ്റെ റേഡിയസ്. വയറിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ D/2. വയറിൻ്റെ ഡയമീറ്റർ /2 ഡിവൈഡ് ബൈ J എന്ന് പറഞ്ഞാൽ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. എന്താണ്? π/32 D⁴. ഈ ഇക്വേഷൻ ഒന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ടോ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഈ ടോ 1 ക്രിയേറ്റ് ചെയ്യുന്നത് ടോർക്ക് കാരണമാണ്. ഓക്കെ, ഇപ്പോൾ ടോ 1 ഈക്വൽ ടു എങ്ങനെ വരും ഇക്വേഷൻ? ഇവിടെ നമുക്ക് ഏതൊക്കെ കട്ട് ചെയ്ത് പോകും? ഇവിടെ ഒരു കട്ട് ചെയ്ത് പോകുന്ന ടേംസ്, ഇവിടെ ഒരു 2 വരുന്നുണ്ട്, ഇവിടെ ഒരു 32 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റിമൈനിങ് 8 വരും. 8 ഇൻറ്റു W, ദെൻ ക്യാപിറ്റൽ ലെറ്റർ D വരും. ദെൻ ഒരു സ്മോൾ ലെറ്റർ Dയും ഇവിടെ ഒരു Dയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ഒരു പൈ വരും. πD3. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ക്ലിയർ ആണോ? ഇതാണ് ടോ 1. ടോ 1 എന്ത് കാരണമാണ്? ടോർക്ക് കാരണം വരുന്നതാണ് ടോ 1 വരുന്നത്. നെക്സ്റ്റ് ആണ് നമുക്ക് ഇതിൻ്റെ ഡയറക്റ്റ്, ഇത് ടോർഷണൽ ഷിയർ സ്ട്രെസ്സാണ്. ടോർഷണൽ ഷിയർ സ്ട്രെസ്. ടോർഷണൽ ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ്സാണ് നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. നെക്സ്റ്റ് ആണ് നമുക്ക് ഇത് രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസിൽ വരുന്ന ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്സാണ്. എന്താണ് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് നോക്കാം. ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്. ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്. എന്താണ് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്? ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടോ 2 ആണ്. ടോ 2 ഈക്വൽ ടു, ഇപ്പോൾ ഡയറക്റ്റ് ലോഡ് ഡിവൈഡ് ബൈ അതിൻ്റെ ഏരിയ. ലോഡ് എന്തായിരുന്നു? W തന്നെയാണ്. ഏരിയ എന്താണ്? π/4
π/4 d², വയറിൻ്റെ ഏരിയ. അപ്പോൾ ഇങ്ങനെ എഴുതാം, റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 4 × W / πd² എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ടോ 1ഉം ടോ 2ഉം കിട്ടി. ഇനി നമ്മൾ റിസൾട്ടൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്താണ് റിസൾട്ടൻ്റ്? റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോ = ടോ 1 ± ഒന്നെങ്കിൽ പ്ലസ് വരാം അല്ലെങ്കിൽ മൈനസ് വരാം, ടോ 2. ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. ഈ വാല്യൂസ് രണ്ടും ജസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്തായിരുന്നു? ടോ 1ൻ്റെ ഇക്വേഷൻ 8 × WD / πd³ ± ഇപ്പോൾ കിട്ടിയിട്ടുള്ള എന്താണ്? 4W / πd². ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 8WD / πd³ പുറത്തെടുക്കാം. πd³ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 1 + d/2d എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ക്ലിയർ ആണോ? ഇവിടെ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 8WD / πd³ 1 + നമുക്ക് ഈ ഒരു d/d ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ d ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 + 1 d/d എന്താണ്? ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ d എന്ന് പറഞ്ഞാൽ c ആണ്. 2c എന്ന് പറഞ്ഞ് കൊടുക്കാം. 2c ആയിട്ട് കൊടുക്കാം. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഇപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ടേം വന്നു. ഏതാണ് കോൺസ്റ്റൻറ്റ് ടേം? ഈ ഒരു സെക്കൻഡ് ടേം, ദിസ് വൺ. ഈ ഒരു ടേം കോൺസ്റ്റൻറ്റ് ടേമാണ്. അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം KS ആയിട്ട്. അതിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ KS × 8WD / πd³. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ KS എന്തായിരുന്നു? KS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? KS എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്. KS എന്തായിരുന്നു? ഷിയർ സ്ട്രെസ് ഫാക്ടർ. ക്ലിയർ ആണോ? ഇനി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു വയറിനെ നമ്മൾ ലെങ്ത് വൈസിൽ സർക്കുലർ അല്ലാത്ത രീതിയിലാണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇനി സാധാരണ എന്താണ്? സർക്കുലറാണ്. അപ്പോൾ ആ കേസിൽ എന്ത് ചെയ്യും? ഈ KS എന്ന് പറഞ്ഞ വാല്യൂ കറക്റ്റ് ആവണമെന്നില്ല, ചെറിയ വേരിയേഷൻ വരും. അവിടെ നമ്മൾ പുതിയൊരു ടേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ വാൾ ഓഫ് സ്ട്രെസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വാൾ ഓഫ് സ്ട്രെസ് ഫാക്ടർ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ഈ ഒരു ടേമിൽ ഇവിടെ ഒരു അഡീഷണൽ KS വന്നു. KS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 1 + 1/2c ആണ്. അപ്പോൾ ആ ഒരു ടേം മതിയാകാതെ വരും. അതിനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്ത് K എന്ന് പറഞ്ഞ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ടോ മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഒരു പുതിയൊരു കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് K എന്ന് പറയുന്നത്. അതിനെയാണ് വാൾ ഓഫ് സ്ട്രെസ് ഫാക്ടർ എന്ന് പറയുന്നത്. വാല്യൂ K × 8WD / πd³. ഇതാണ് ടേം. അതിൽ K എന്തായിരുന്നു? Kനെ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇതൊക്കെ ഡാറ്റാ ബുക്കിൽ ഇക്വേഷനൊക്കെ അവൈലബിൾ ആണ്. 4c - 1 / 4c - 4 + 0.615 / c. ഇതാണ് Kൻ്റെ വാല്യൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ ഓഫ് ഹെലിക്കൽ സ്പ്രിങ്. എന്താണ് ഡിഫ്ലക്ഷൻ ഓഫ് ഹെലിക്കൽ സ്പ്രിങ്? ഇപ്പോൾ ഡിഫ്ലക്ഷൻ ഓഫ് ഹെലിക്കൽ സ്പ്രിങ്ങിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഈ ഡെറിവേഷൻ അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിന് ടോട്ടൽ ഡയമീറ്റർ വന്നിട്ടുണ്ട്. ടോട്ടൽ ഡയമീറ്ററാണ് ക്യാപിറ്റൽ D. ലോഡ് സെൻട്രൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സപ്പോർട്ട് ഈ ഒരു സൈഡിലും ഇവിടെയാണ് സാധാരണ സപ്പോർട്ട് വരുന്നത്.
ദെൻ സ്മോൾ വയറിൻ്റെ ഡയമീറ്റർ സ്മോൾ ലെറ്റർ ഡി. ദെൻ ഇവിടെ നമ്മൾ ഒരു അഡീഷണൽ ടേം ഡിഫ്ലക്ഷനും തീറ്റയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞ ടേം വരുന്നത് ഇൻ ബിറ്റ്വീനിൽ ഈ ഒരു ആംഗിളാണ്, ഇവിടെ വരുന്നൊരു ആംഗിളാണ്. അതിനെ മാർക്ക് ചെയ്യാം. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ഇൻ ബിറ്റ്വീനിൽ വരുന്ന ആംഗിൾ ഈ ഒരു ആംഗിളാണ്. അപ്പോൾ ഈ ഒരു സെക്ഷന് ഞാൻ എൻലാർജ് ചെയ്ത് ഡ്രോ ചെയ്യുമ്പോൾ ആ ഒരു വയർ ഇങ്ങനെ വരും. ഈ ഒരു ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഈ ഒരു ഡിഫ്ലക്ഷനാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെങ്ത്ത് എന്തായിരിക്കും? d/2 ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഇതേ രീതിയിൽ. ദെൻ നമ്മളിവിടെ നമുക്കറിയാം t/j, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ t/j ഈക്വൽ ടു g(θ)/L ഈക്വൽ ടു τ/r. τ/r ഇവിടെ നമുക്ക് തീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്താണ് തീറ്റ? തീറ്റ ഈക്വൽ ടു TL ഇൻറ്റു T ഇൻറ്റു L ഡിവൈഡ് ബൈ G ഇൻറ്റു J ഈക്വൽ ടു T എന്തായിരുന്നു? നേരത്തെ പറഞ്ഞു. T എന്തായിരുന്നു? ടോർക്ക് എന്ന് പറഞ്ഞാൽ ലോഡ് ആക്ട് ചെയ്യുന്ന ആ ഡിസ്റ്റൻസ്. അപ്പോൾ ലോഡ് W ഇൻറ്റു ഡിസ്റ്റൻസ് എന്തായിരുന്നു? d/2 ഇൻറ്റു L എന്താണ്? ഈ വയറിൻ്റെ ലെങ്ത്താണ്. വയറിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ πd ആണ് വയറിൻ്റെ ലെങ്ത്ത്, π ഇൻറ്റു d. ദെൻ അത് എത്ര ലെങ്ത്ത് വരും? എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാക്കണം? അതാണ് സ്മോൾ ലെറ്റർ n ഡിവൈഡ് ബൈ G ഇൻറ്റു J എന്ന് പറഞ്ഞാൽ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, π/32. π/32 ആണ് പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. π ഡിവൈഡ് ബൈ 32 d⁴. ഇതാണ് ഇക്വേഷൻ. ഇനി ഇവിടെ നമ്മൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഫറെൻറ്റ് ടേംസ് കട്ട് ചെയ്യാം. ഇവിടെ പൈ കട്ട് ചെയ്തു. ഇവിടെ ഇനി അഡീഷണൽ എന്ന് കട്ട് ചെയ്യാനുള്ള ഒരു 232 കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? ഈക്വൽ ടു 16W d² ഇൻറ്റു n ഓൾ ഡിവൈഡ് ബൈ G d⁴. ക്ലിയർ ആണല്ലോ? ഇവിടെ ഇനി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയ ശ്രദ്ധിക്കുക. സ്പ്രിങ്ങിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതിയാണ് d/2. അത് റേഡിയസ് ആയിട്ട് ഈ ഒരു ആംഗിളാണ് തീറ്റ, സ്പ്രിങ്ങിന് ഇൻ ബിറ്റ്വീനിൽ വരുന്ന. ദെൻ ഡിഫ്ലക്ഷൻ ഡെൽറ്റ. ഇവിടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമുക്ക് ആംഗിൾ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ തീറ്റ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആംഗിൾ? തീറ്റ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് ആണ്. ഈക്വൽ ടു ആർക്ക് എന്താണ്? ഇവിടെ ഡെൽറ്റയാണ്. ഡെൽറ്റ ബൈ റേഡിയസ് എന്താണ്? d/2 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമുക്കത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തീറ്റാൻ്റെ വാല്യൂ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്, തീറ്റ. ദെൻ ഇവിടെ ഡെൽറ്റേനെ ഇക്വേഷൻ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? ഡെൽറ്റ ഈക്വൽ ടു തീറ്റ ഇൻറ്റു d/2 എന്ന് വരും. ഇപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റാൻ്റെ വാല്യൂ നമുക്കറിയാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8W d³ n ഡിവൈഡ് ബൈ G d⁴ എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഡെൽറ്റ. ഇതാണ് ഡെൽറ്റേൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഡെൽറ്റേൻ്റെ ഇക്വേഷനും ഡിറൈവ് ചെയ്തു. സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്. ഇനി സ്റ്റിഫ്നെസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. K. എന്താണ് സ്റ്റിഫ്നെസ്? K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റിഫ്നെസ് മീൻസ് K ഈക്വൽ ടു ലോഡ് ഡിവൈഡ് ബൈ ഡിഫ്ലക്ഷൻ. ഇപ്പോൾ ലോഡ് എന്തായിരുന്നു? W ഡിവൈഡ് ബൈ ഡിഫ്ലക്ഷൻ എന്താ? ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തു 8W d³
into n divided by g d raised to 4. That's equal to, ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ g d raised to 4 divided by 8 g d raised to 4 divided by 8 d cube n. ഓക്കെ, ഈ ഇക്വേഷനിൽ നമുക്ക് g ഇൻറ്റു d, ഇവിടെ ഒരു ഡി ക്യൂബ് ഉണ്ട്, ക്യാപിറ്റൽ ലെറ്റർ ഡി ബൈ സ്മോൾ ലെറ്റർ ഡി ദ ഹോൾ ക്യൂബ് ഉണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, സി ആയിട്ട് കൊടുക്കാം. അപ്പോൾ സി ക്യൂബ് ഇൻറ്റു എൻ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ സ്റ്റിഫ്നെസ്. ഈ വാല്യൂ എന്തായിരിക്കും, ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇതാണ് സിമ്പിളായിട്ടുള്ള ഡെറിവേഷൻ. ഈ രണ്ട് ഡെറിവേഷൻ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. ഇപ്പോൾ വീഡിയോ ലെക്ചർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ലെക്ചേഴ്സുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.